കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിവരുന്ന സമരാഗ്നി എന്ന ഈ പരിപാടി 10 ജില്ലകൾ പൂർത്തിയാക്കി ഇന്ന് 11ാമത്തെ ജില്ലയിലേക്ക് നമ്മൾ പോവുകയാണ്. ആവേശകരമായ സ്വീകരണമാണ് കേരളത്തിൻ്റെ വടക്കേ തല മുതൽ ഇന്നലെ കോട്ടയം വരെ നമുക്ക് ലഭിച്ചത്. ഞാൻ ഒരുപാട് കോൺഗ്രസിൻ്റെ പരിപാടികളിൽ ഞാനും സതീശനും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആവേശം ത്രസിക്കുന്ന, ഇത്രയേറെ ജനത ഒരുമിച്ച സ്വീകരണങ്ങൾ വളരെ വളരെ അപൂർവമാണ്. ഒരു പുതിയ ആവേശം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ സമരാജ്ഞയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു റിയാലിറ്റി. അതിനും അപ്പുറത്ത് നമ്മൾ നടത്തുന്ന അഭിമുഖം ഇടതുപക്ഷ അഭിമുഖം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ നടത്തുന്നത് സാധാരണക്കാരുമായിട്ടാണ്. ആ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ സമചിത്തതയോടുകൂടി നമ്മൾ കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആ പറയുന്ന പരാതിക്കാരുടെ മനസ്സിലും മുഖത്തും വരുന്ന മാറ്റം നമ്മൾ നേരിട്ടൊന്ന് അനുഭവിക്കേണ്ടതാണ്. നമ്മൾക്ക് വളരെയേറെ പ്രയാസങ്ങൾ മനസ്സിൻ്റെ അകത്ത് തന്ന ഒരുപാട് പ്രയാസങ്ങൾ അവർ ഞങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനോട് ഞങ്ങൾ പ്രതികരിച്ച പ്രതികരണ ശൈലി അവരെ വളരെയേറെ സംതൃപ്തമാക്കി എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കൊരു കാര്യം മനസ്സിലായി, കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് സർക്കാരിനെ കുറിച്ചുള്ള അവമതിപ്പിൻ്റെ പ്രതികരണമാണ് നമ്മൾ ഓരോ അഭിമുഖത്തിലും നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമരാഗ്നി വളരെ അർത്ഥവത്തായ റിസൾട്ട് ഓറിയന്റഡായ ഒരു പാർട്ടി പ്രോഗ്രാമായിട്ടാണ് ഞങ്ങളതിനെ വീക്ഷിക്കുന്നത്. അത് വൻ വിജയമാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി ഇറങ്ങിത്തിരിച്ചു എന്നത് ആശ്വാസകരമാണ്. അവരെ ഞാനതിന് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയം ഒരുപാട് പറയാൻ നമ്മുടെ മുമ്പിലുണ്ട്. ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചില്ലറ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ പാലയിലും കോട്ടയം ടൗണിലുമാണ് ജാഥക്ക് ഉജ്ജ്വല സ്വീകരണം ലഭിച്ചത്. സമരാഗ്നി ജനമേറ്റെടുത്തു. പിന്നിട്ട ഓരോ ജില്ലകളിലും ജനം നൽകിയ സ്വീകരണം അതിന് തെളിവ്. കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ നമ്രശിരസ്കരായി നമ്മൾ പുഷ്പാർച്ചന നടത്തി. അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം കേരളത്തിലെ കോൺഗ്രസിന്, പ്രത്യേകിച്ചും കോട്ടയത്ത്, അത് എന്നും കൈവരിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു.